കണ്ണൂർ ഇരിട്ടി വാണിയപ്പാറയിലെ ഉണ്ണി മിശിഹ പള്ളിയിലെ 38-ാം നമ്പർ കല്ലറയിൽ പായയിൽ പൊതിഞ്ഞ നിലയിൽ വസ്തു കണ്ട സംഭവത്തിൽ വീണ്ടും ആശയക്കുഴപ്പം. കല്ലറയുടെ നമ്പർ മാറിയതാണ് സംശയങ്ങൾക്ക് കാരണമായതെന്നും ദുരൂഹതയില്ലെന്നും കരിക്കോട്ടക്കരി പോലീസ്. അതേസമയം ദുരൂഹത നീങ്ങിയിട്ടില്ലെന്നും കല്ലറ തുറന്ന് പരിശോധിക്കണമെന്നും പള്ളി വികാരി ജിൽബർട്ട് കൊന്നയിൽ. നിയമപരമായി മുന്നോട്ടു പോകണമെന്നാണ് സഭയുടെ നിലപാടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഒരു കല്ലറയിൽ എങ്ങനെ രണ്ട് മൃതദേഹമെന്ന് സംശയിപ്പിക്കുന്ന വസ്തുക്കൾ കാണപ്പെട്ടുവെന്ന സംശയം ഇപ്പോഴും ശേഷിക്കുന്നുണ്ടെന്നും ഫാദർ ജിൽബർട്ട് കൊന്നയിൽ. സഭയുടെ നിലപാട് ആദ്യമേ അതിൻ്റെ വഴിക്ക് നീങ്ങണം, നിയമപരമായിട്ട് നീങ്ങണം എന്ന് മാത്രമേ ഉള്ളൂ. നിയമപരമായിട്ട് എന്താണോ അത് ചെയ്യേണ്ടത് ചെയ്യുക. ഇനിയിപ്പം നമുക്ക് തുറന്നു നോക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ നിലപാട്. ഇത് അവിടെ അടക്കം ചെയ്തു എന്ന് പറഞ്ഞാൽ ബന്ധുക്കൾ വന്നിട്ട് ഇത് ചൂണ്ടിക്കാണിച്ചു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതിൽ കൺവിൻസ്ഡ് അല്ലേ? ഇപ്പോൾ അത് കൺവിൻസ്ഡ് ആണ്. പക്ഷെ അത് മാത്രം പോരാ, അത് പോരാ. കാരണം 2006, 2015 വന്നു. ഞങ്ങൾക്ക് 2 കോടി എങ്ങനെയും വരത്തില്ല എന്നുള്ള ഞങ്ങൾക്ക് അതാണ് ഞങ്ങളുടെ ഉറപ്പ്, അതാണ് ഞങ്ങളുടെ സംശയവും. ഇനി അതൊന്നും അല്ലെങ്കിൽ ഓക്കെ, അതിന് തുറന്നു തന്നെ അത് തെളിയണം. അതിനകത്തൊരു ക്ലാരിറ്റി ഉണ്ടാവണം അല്ലേ? അത് തുറന്നു തന്നെ തെളിയണം, അതിൻ്റെ ക്ലാരിറ്റി കിട്ടണം. പഴയ കല്ലറ 23-ാം നമ്പർ കല്ലറയാണ് ഈ 2 ബോഡി വെച്ചിരുന്നത്. ഇപ്പോഴതിൻ്റെ നമ്പറാണ് 38. അതിനകത്ത് ഇപ്പോൾ യാതൊരു സംശയമില്ല. 2 ആൾക്കാരും ആ കല്ലറ തിരിച്ചറിഞ്ഞതും അവരുടെ ബന്ധുക്കളെ അടക്കിയ കല്ലറകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ട്, പള്ളിയിൽ നിന്ന് ഇനി പരാതി വരികയാണെങ്കിൽ അത് എക്സംഷൻ നടത്തിയിട്ട് വീണ്ടും അടിയനെ പരിശോധന നടത്തി സംശയ നിവാരണം നടത്തുന്നതാണ്. അതിന് പരാതി FIR ഇടുന്നതിനനുസരിച്ചുള്ള പരാതി വാങ്ങിച്ച് FIR ഇട്ടതിന് ശേഷം എക്സംഷൻ നടത്തി അതിൻ്റെ സംശയ നിവാരണം നടത്തുന്നതാണ്. പോലീസിന് ഇപ്പോൾ ഇതിൽ ദുരൂഹത മാറിയത് എങ്ങനെയാണ് സാർ? ആ 2 ബോഡി വെച്ച ആൾക്കാരെ കണ്ടെത്തി. ആ കല്ലറയുടെ നമ്പർ മാറിപ്പോയതാണ് ഈ ഇങ്ങനൊരു നടപടിക്ക് ആധാരം വന്നത്. അപ്പോൾ ആ 2 കല്ലറയിലും ആ കല്ലറയിൽ വെച്ച 2 ആൾക്കാരുടെ ബന്ധുക്കളെയും കണ്ടെത്തി പോലീസ് പള്ളിയുടെ അധികാരികളുടെ സഹായത്തോടെ. KV ബൈജു ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ബൈജു, ഇപ്പോൾ പള്ളി വികാരി പറയുന്നത് പോലെ തന്നെ എങ്ങനെ ആ കല്ലറയിൽ 2 മൃതദേഹങ്ങൾ വന്നു, അല്ലെങ്കിൽ മൃതദേഹം എന്ന് തോന്നിപ്പിക്കുന്ന ഒരു വസ്തു വന്നു എന്നുള്ളത് എല്ലാവരുടെയും ഉള്ളിലുള്ള സംശയമാണ്. ഇപ്പോൾ അവർ പറയുന്നത് പോലെ തന്നെ ഇതിലേക്ക് കൂടുതൽ പരിശോധനകൾ നടക്കാനുള്ള സാധ്യതയുള്ളൂ, അതിനുള്ള നീക്കങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ? അതെ സോറി, ഇതിലിപ്പോഴും ഒരുപാട് സംശയങ്ങൾ ബാക്കിയുണ്ടെന്നതാണ് ഏറ്റവും പ്രധാനം. ഒരാഴ്ചയായിരിക്കുന്നു ഒരു ശവക്കല്ലറയിൽ ഇത്തരത്തിൽ 2 മൃതദേഹങ്ങൾ, അതായത് ഒരു മൃതദേഹത്തോടൊപ്പം മൃതദേഹമെന്ന് സംശയിപ്പിക്കുന്ന മറ്റൊരു വസ്തു, ഇങ്ങനെ ഒരു വസ്തുക്കൾ കണ്ടെത്തിയിട്ട് ഒരാഴ്ചയായിരിക്കുന്നു. പക്ഷേ ഇതിലിപ്പോഴും ഒരു ദുരൂഹത നീങ്ങിയിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനം. ഇതിൽ പോലീസ് പറയുന്നത് നേരത്തെ സാങ്കേതികപരമായി 38-ാം നമ്പർ കല്ലറയാണിത്. ഇത് നേരത്തെ 24 ആയിരുന്നു. അങ്ങനെ വന്ന ഒരു കാര്യം, അതായത് 2006-ലും 2015-ലും 2 തവണയാണ് ഈ ഒരു കല്ലറയിൽ മൃതദേഹം സംസ്കരിച്ചത്. അങ്ങനെ അത് 2 മൃതദേഹമാകാം എന്ന ഒരു നിഗമനത്തിലേക്കാണ് പോലീസ് എത്തിയത്. പക്ഷേ അത് അങ്ങനെയല്ല. ഒരു കല്ലറയിൽ ഇങ്ങനെ 2 മൃതദേഹം അങ്ങനെ വരാനുള്ള സാധ്യതയില്ല എന്നാണ് ഈ പള്ളി കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ ഫാദറൊക്കെ പറയുന്നത്. കാരണം ക്രിസ്തീയ ആചാരപ്രകാരം അവർ ഒരു കാരണവശാലും ഈ പായൽ പൊതിഞ്ഞൊന്നും ഇങ്ങനെ മൃതദേഹം സംസ്കരിക്കുന്ന ഒരു രീതിയില്ല. അത് പ്രോട്ടോകോൾ പാലിച്ച് വളരെ കൃത്യമായാണ് ഈ ക്രിസ്ത്യൻ ആചാരപ്രകാരം മൃതദേഹം സംസ്കരിക്കുന്നത്. അങ്ങനെയല്ലാതെ ദുരൂഹ സാഹചര്യത്തിലാണ് ഈ വസ്തു കാണുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ അല്ലെങ്കിൽ ആ ഫോട്ടോ കണ്ടാൽ തന്നെ മനസ്സിലാവും, പായയിൽ ഇത്തരത്തിൽ അലക്ഷ്യമായി പൊതിഞ്ഞ നിലയിലാണ് ഈ ഒരു വസ്തു ഉള്ളത്. അത് മൃതദേഹമാകാം എന്ന ഒരു നിഗമനം തന്നെയാണ് ഈ പള്ളിയുമായി ബന്ധപ്പെട്ട ആൾക്കാർ പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 2015-ൽ കോഴിക്കോടിൽ നിന്നും ഇവിടെ ഈ ഒരു ഇടവകയിൽ വിവാഹം കഴിഞ്ഞെത്തിയ ഒരാളെ കാണാതായിട്ടുണ്ട്. ഇയാൾ എവിടെയാണെന്നത് സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകിയതായിരുന്നു. പക്ഷേ അതിലൊരു വിവരവുമില്ല. ഇനിയിപ്പോ 2015-ന് ശേഷമാണ് ആ സംഭവം, 2019-ന് അകമാണ് അങ്ങനെ ഒരു ദുരൂഹ സാഹചര്യത്തിൽ തിരോധാനമുള്ളത്. ഇനിയിപ്പോൾ ആ ആളുടേതായിരിക്കുമോ ഈ ഒരു മൃതദേഹം? അങ്ങനെ ഒരുപാട് സംശയങ്ങൾ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഈ സംശയങ്ങളെല്ലാം മാറ്റണമെങ്കിൽ ഈ വസ്തു തുറന്ന് കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഈ പള്ളി കമ്മിറ്റി പറയുന്നത്. ഇപ്പോഴും ഇതിൽ ഒരു സംശയം ഉയരുന്നുണ്ട് എന്ന് തന്നെയാണ് അവർ പറയുന്നത്. വളരെ കൃത്യവുമാണ്. കാരണം ഇങ്ങനെ ഒരു വസ്തു ഉണ്ട്, അത് പോലീസ് ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇത് സംശയമില്ല, ദുരൂഹതയില്ല എന്ന് പറഞ്ഞ് തള്ളിയാൽ നാളെ വീണ്ടും ഇത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടും. കാരണം ഇതൊരു സോഷ്യൽ മീഡിയയിലാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് ഒരാഴ്ച മുൻപ് ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്നതും പിന്നീട് വലിയ ചർച്ചയാവുന്നതും. എന്തായാലും നാളെ ഇടവക അംഗങ്ങളുടെ പള്ളി ഫാദറിന്റെ നേതൃത്വത്തിൽ ഒരു യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിൽ ഒരു തീരുമാനം കൈക്കൊള്ളും. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പോലീസ് ഏറ്റവും ഒടുവിലായി എടുത്തിട്ടിരിക്കുന്ന നിലപാട്, ഇതിലൊരു പരാതി നൽകുകയാണെങ്കിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് അത്തരം നടപടികൾ തുടർ
നടപടികളിലേക്ക് കടക്കാമെന്നാണ്. ഇനിയിപ്പോ ഇത് ഈ ഒരു കല്ലറ തുറന്ന് ഇതിൽ നിന്നും ഈ ഒരു വസ്തു പുറത്തെടുത്ത് ഇത് മൃതദേഹമാണെങ്കിൽ അതിൽ DNA പരിശോധന ഉൾപ്പെടെ നടത്തേണ്ടി വരും. അതോടൊപ്പം ഈ RDOയുടെ സാന്നിധ്യം വേണ്ടി വരും. അങ്ങനെ സാങ്കേതികപരമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം കടന്നു വേണം ഇത്തരത്തിൽ ഈ ഒരു വസ്തു എന്താണെന്ന് മനസ്സിലാക്കാൻ. എന്തായാലും പള്ളിയുടെ ഭാഗത്തു നിന്നും പറയുന്നത് വളരെ ന്യായമായ കാര്യമാണ്. അവർക്ക് ഈ ഒരു സംശയം ദൂരീകരിക്കേണ്ടതുണ്ട്. ഇതെന്താണ് ഈ ഒരു പ്ലാസ്റ്റിക് പായൽ പൊതിഞ്ഞ കല്ലറയിൽ കണ്ടെത്തിയ സംഭവം, അത് കൃത്യമായി അറിയേണ്ടതുണ്ട്. ഈ പ്രശ്നം ഇനി നാളെ ഒരു വിവാദം ഉണ്ടാകാത്ത രീതിയിൽ പരിഹരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇത് തുറന്ന് ഈ വസ്തു എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കണം, അല്ലെങ്കിൽ അത് അറിയണം എന്ന് തന്നെയാണ് ഇപ്പോൾ ഇവർ പറയുന്നത്. നിയമപരമായ ഇത്തരം നടപടികളിലേക്ക് കടക്കുമെന്നും പള്ളി കമ്മിറ്റി പറയുന്നുണ്ട്. നാളെയാണ് പ്രധാനപ്പെട്ട യോഗം ചേരുക. ആ യോഗത്തിലായിരിക്കും ഇത് സംബന്ധിച്ചൊരു തീരുമാനമുണ്ടാവുക. എന്തായാലും ഇത് സംബന്ധിച്ച് ഇപ്പോഴും ആശയക്കുഴപ്പം അല്ലെങ്കിൽ ഒരു ദുരൂഹത ഇപ്പോഴും ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. ഒരാഴ്ചയായി ഇങ്ങനൊരു സംഭവം നടന്നിട്ട് ഇതിനൊരു ഉത്തരം കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല. ഈ പള്ളി അധികൃതരാണെങ്കിൽ ഇത് സംബന്ധിച്ച് എന്താണ് ഇനി മേൽ നടപടി ചെയ്യേണ്ടതെന്ന് സംബന്ധിച്ച ഒരു വ്യക്തതയുമില്ല. ഇതിലൊരു ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. അത് പോലീസാണ് ഇനി കണ്ടെത്തേണ്ടതുണ്ട്. അത്തരം നടപടികൾ ഉടൻ ഉണ്ടായേക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അനുശ്രീ, KV ബൈജു ആണ് കൂടുതൽ വിശദാംശം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.